ഇത്തവണത്തെ ബജറ്റിലെങ്കിലും പരമ്പരാഗത കയർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നൊരു ചോദ്യമാണുള്ളത്. ഓരോ ബജറ്റിലും പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ചെറുകിട കയർ നിർമ്മാണ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഏറെ പ്രാധാന്യമുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമോ എന്നാണ് അവരും ഉറ്റുനോക്കുന്നത്. ശരാശരി 50 വയസ്സോ അതിനു മുകളിലുള്ളവരോ ആണ് ചെറുകിട കയർ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ. വർഷങ്ങളായി പുതിയ ഒരു തൊഴിലാളി പോലും ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടില്ല. എത്ര തന്നെ അധ്വാനിച്ചാലും ജീവിക്കാനുള്ള പണം ലഭിക്കില്ല എന്നത് തന്നെയാണ് കാരണം. ഞങ്ങളിവിടെ 6 മാസമായിട്ട് പണിയില്ലാതെ നെട്ടോട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1200 രൂപയുടെ പണി ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കിപ്പോൾ 600 രൂപയുടെ പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ 6 മാസം ഇരുന്നതിനകത്തുള്ള ഞങ്ങളിപ്പോൾ പാസ്സായിക്കൊണ്ടിരിക്കുന്ന അടുക്കിനകത്ത് മോശം വന്ന അടുക്കാണ് ഈ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കയർ മേഖല. കയർ ഉൽപാദനം ആധുനീകരിക്കാൻ പദ്ധതികൾ പലതും പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടെങ്കിലും ലക്ഷ്യം പൂർണ്ണമായിട്ടില്ല. ചകിരി ആവശ്യാനുസരണം ലഭ്യമാക്കാനുള്ള പദ്ധതികളും സർക്കാർ നടപ്പാക്കുന്നില്ല. കയറിന്റെ വില യഥാസമയം ലഭിക്കാത്തത് സംഘങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുമുണ്ട്. പല യൂണിറ്റുകളിലും ക്വിന്റൽ കണക്കിന് കയർ ഉൽപ്പന്നങ്ങളുമാണ് കെട്ടിക്കിടക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ചരിത്രത്തിന് ഓർഡറില്ല, പണിയുമില്ല, ചെയ്യാൻ ആളുമില്ല. അപ്പം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഈ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇതിപ്പോൾ പണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിലൊന്നും വരുന്നില്ലെന്ന്. ഇത് നമ്മൾ കുറേ വർഷമായിട്ട് അങ്ങനെ ബജറ്റ് കുറേ കയറിന് അനുവദിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കിട്ടണമെന്നില്ല. ഒരു വകുപ്പും ഇല്ല, ജീവിക്കാൻ മുന്നോട്ട് പോകുന്ന അവസ്ഥ വളരെ മോശം. ഇപ്പോൾ തോമസ് ഐസക് ഇരുന്ന സമയത്താണെങ്കിലും ഒന്നും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. ഇതേ കണക്കിന് ഇപ്പോഴത്തെ മന്ത്രിക്ക് ഇതൊന്നും അറിയത്തില്ലെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. അപ്പോൾ അതേ കണക്ക് എന്തെങ്കിലും അറിവുള്ളവരെയൊക്കെ മന്ത്രിയാക്കി കഴിച്ചിരുന്ന ഇതിന് എന്തെങ്കിലും ഒരു മെച്ചം വന്നേനെ. കയർ മേഖലയിലെ തൊഴിലാളികളെ കൈപിടിച്ചുയർത്താൻ ഇടത് സർക്കാരും വേണ്ടത് ചെയ്യുന്നില്ല എന്നതാണ് വിമർശനം. കയർ വകുപ്പ് മന്ത്രി പി രാജീവിനെതിരെ നിരന്തരം CPI നേതാക്കൾ വിമർശനം ഉന്നയിക്കാറുണ്ട്. ഇത്തവണത്തെ ആലപ്പുഴ CPIM ജില്ലാ സമ്മേളനത്തിൽ കയർ മന്ത്രി പി രാജീവിനെതിരെ കടുത്ത വിമർശനമുണ്ടായി. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടതിന് പിന്നിലും കയർ മേഖലയോടുള്ള അവഗണനയാണെന്ന വിലയിരുത്തൽ പാർട്ടിക്കുമുണ്ട്. ഇത് സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അവരുടെ ബഡ്ജറ്റിൽ 2 ഗവൺമെന്റും കൂടി ഒരു 5 കോടി രൂപ എങ്കിലും ഇതിൽ മാറ്റിവെച്ചിട്ട് ഒരു സമഗ്ര പുനരുദ്ധാരണം നടത്താൻ ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള ശ്രമങ്ങൾക്ക് ആത്മാർത്ഥതയോടെ ശ്രമിച്ചാൽ ഈ കുറെയെങ്കിലും ഈ വ്യവസായത്തിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇതുപോലെ നിർമ്മാണം നിലച്ചു കിടക്കുകയാണ് കയർ മേഖലയിലെ മിക്ക ചെറുകിട ഫാക്ടറികളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാകട്ടെ കഴിഞ്ഞ 10 വർഷമായി ഈ മേഖലയെ സംരക്ഷിക്കാൻ യാതൊന്നും ചെയ്തിട്ടുമില്ല. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിബാൽ, 24. അപ്പോൾ കയർ മേഖലയുടെ അവസ്ഥ അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയറുകൊണ്ട് വൈവിധ്യവൽക്കരണം, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്ത് അത് വിദേശ വിപണികളിലൊക്കെ എത്തിച്ച് കേരളത്തിന് വലിയ സാധ്യതകൾ ഉള്ള മേഖലയാണെന്ന് പലപ്പോഴും പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ പറയുന്നത് പോലെ കഷ്ടപ്പാടിൽ തന്നെയാണ് കയർ മേഖല. അതിന് ക്രിയാത്മകമായ പരിഹാരം വേണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ബജറ്റുകളിൽ എങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപിച്ചു പോയിട്ട് കൂടെ കാര്യമില്ല. അത് എല്ലാവരും ചേർന്ന് ഒരു പ്രവർത്തനം അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ? അതുപോലെ ഈ പറഞ്ഞ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ചെറുകിട നിർമ്മാതാക്കളുണ്ട്. അവർ വളരെ കഷ്ടതയിലാണ്, തകർച്ചയുടെ വക്കിലാണ് അവരെല്ലാവരും തന്നെ. അപ്പോൾ അവർക്ക് ഗുണകരമായ രീതിയിൽ എന്തുണ്ടാകും എന്നുള്ള അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആ രീതിയിൽ എന്താണുള്ളത്? അത് കയർ നിർമ്മാണ തൊഴിലാളികൾ മാത്രമല്ല, പല മേഖലയിലുമുള്ള ചെറുകിട നിർമ്മാതാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്.